അങ്ങനെ ഒരു സൺഡേ ഈവനിങ് നമ്മളെല്ലാവരും കൂടെ ഒരു നക്ഷത്ര തടാകം കാണാൻ വേണ്ടി വന്നേക്കും കേട്ടോ. മലയാറ്റൂർ എല്ലാ വർഷവും തന്നെ നമ്മൾ ഇവിടെ വരാറുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് അധികം ദൂരം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലൊക്കെ കൂടെ ആയിട്ട് 1-2 പ്രാവശ്യമൊക്കെ പലപ്പോഴും വരാറുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലത്ത് ചെന്നാൽ മെയിൻ നമ്മുടെ ഫുഡ് ഐഡിയ തന്നെയാണല്ലോ. നമ്മൾ ആദ്യം ബജിയിൽ തന്നെ അങ്ങോട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ലൈറ്റൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് കേട്ടോ ഈ രാത്രിയിൽ. അത് കഴിഞ്ഞ് പിന്നെ ആര്യയ്ക്ക് മൈലാഞ്ചി അടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോയി. തുടങ്ങിയത് ഭയങ്കര സിമ്പിളായിട്ട് വേണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണെങ്കിലും ആ ചേട്ടൻ ചെയ്തു വന്നപ്പോൾ ഒരു താജ്മഹൽ തന്നെ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. കയ്യിലെ ആ കൈപ്പത്തിയിൽ ഒരു തരി പോലും സ്ഥലം ബാക്കിയില്ലാത്ത രീതിയിൽ എല്ലായിടെയും അടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ മറ്റേ പറക്കും തലയ സിനിമയിൽ കൊച്ചു കൊച്ചു ഓട്ടകളൊക്കെ ചെടികൾ വെച്ച് മൂടുന്ന ആ ഒരു സെറ്റപ്പായിരുന്നു കേട്ടോ നമുക്ക് ഓർമ്മ വന്നത് ഇത് കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ കുറേ ചേരം കറ്റൊക്കെ കൊണ്ട് അങ്ങനെ നടന്നു. നമ്മൾ പിന്നെ എവിടെയും കയറിയൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പാനിപ്പൂരിയിലേക്ക് കടന്നു. അപ്പോൾ ആ ചേച്ചി കയ്യോറ ഇട്ട കയ്യിൽ സ്പൂൺ കൊണ്ട് യൂസ് ചെയ്തിട്ട് പൂരി വെറുതെ കയ്യിൽ പിടിച്ചു വെച്ചേക്കും കേട്ടോ. നമ്മളപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ചെറിയയിൽ ഈ ഒരു ആനയുടെ ലൈറ്റ് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. അത് മറ്റേ നിർമ്മൽ അരിക്കാരുടെ സാധനം ആണെന്ന് തോന്നുന്നു. ഇതാണ് ശരിക്കും അവിടുത്തെ ഏറ്റവും അടിപൊളി വ്യൂ. ഈ ലൈറ്റും ആ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനൊക്കെ നമുക്ക് ചെറിയയിൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഐസ്ക്രീമും കൂടെ കഴിച്ച് നമ്മുടെ ഭക്ഷണ കലാപരിപാടി അവസാനിപ്പിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടോ.